കേരളത്തിലെ കായിക എക്കണോമിയെ ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷനുമായി നമ്മൾ ചർച്ച നടത്തുന്നത്. അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ കേരളത്തിൽ പുതിയ അക്കാദമി ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗഹൃദ മത്സരത്തിന് അവരെത്താമെന്നും ഏറ്റിട്ടുണ്ട്. അടുത്ത സെപ്റ്റംബർ ആദ്യവാരത്തിൽ അവർ കൊച്ചിയിൽ എത്തും. നവംബർ ഫസ്റ്റ് വീക്കിൽ അവർ കൊച്ചിയിലെത്തും. കൊച്ചിയിലെ ഗ്രൗണ്ട് പരിശോധിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ കായിക അക്കാദമി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റ് നമുക്ക് ആ സമയത്ത് തന്നെ ഒപ്പുവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് കേരളത്തിൽ കളിക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് കൊച്ചിയാണ്. ഞങ്ങൾ മലപ്പുറത്ത് ആലോചിച്ചിരുന്നു, പക്ഷേ മലപ്പുറത്ത് സീറ്റ് കപ്പാസിറ്റി കുറവാണ്. ഇങ്ങനെ ഒരു കളി നടക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ കൂടുതൽ ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് കൊച്ചിയിൽ മാത്രമാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കളി നടത്താൻ സാധ്യതയുള്ളൊരു സ്ഥലം. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് വരാൻ പോകുന്ന കാര്യം, അതേക്കുറിച്ചാണല്ലോ ഈ തവണ വരേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ നേരിട്ട് വരാൻ അവരോട് നമ്മൾ അഭ്യർത്ഥിച്ചത്. കാരണം അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഫാൻ ബേസ് 1/3 ഇന്ത്യൻസാണ്, പ്രത്യേകിച്ച് കേരളമാണ്. അപ്പോൾ അതുകൂടി അവർ കണക്കിലെടുക്കണം. അപ്പോൾ അവർ വന്നാൽ മാത്രമേ അവർക്ക് അതേക്കുറിച്ച് അറിയൂ. അവരുടെ നിലവിലുള്ള കണക്കുകളനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള 1/3 ആളുകളും മലയാളികളാണ് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്നദ്ധത പ്രകടിപ്പിക്കാനും ഒരു കാരണം അതായിരിക്കാം. അല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ടീമിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അവർ ഫാൻ ക്ലബ്ബാണ്. ഇപ്പോൾ പുതിയ കായിക മേഖലയിൽ പുതിയ കണ്ടെത്തലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സംസാരിക്കാം. അല്ലെങ്കിൽ ചിലവ് ഏകദേശം 100 കോടിയിലധികം വരുന്നതാണ്. അപ്പോൾ അത് അറിയാലോ. ഇതിനു മുമ്പ് അത്ര ചിലവ് വന്നുകൊണ്ടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡൽഹിയിലെ കളിക്ക് അവർ മാറാൻ കാരണം. കേരളം പോലെ സംസ്ഥാനത്തിൽ നമുക്ക് ശ്രമിക്കാം എന്നുള്ളത് തന്നെയാണ്. ചർച്ചകൾ നടക്കട്ടെ, അവർ വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് പ്രതീക്ഷയുണ്ട് കളി നടക്കുമെന്ന്.